അപ്പോൾ ഒരു ഫ്രൈഡേ ദിവസത്തിൻ്റെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങളുടെ ഇവിടെ അടുത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വേഗം പോയിട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് വന്നു. ഇനി ഇപ്പം അമ്പലത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു വാളയും പിന്നെ ആദ്യമായിട്ടാട്ടെ ഈ കമ്മലിടുന്നത്. അത് ഞാൻ മീഷോന്ന് മേടിച്ചതായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവിടെ പിന്നെ പ്രസാദമൊക്കെ കഴിച്ചു. പായസം ഉണ്ടായിരുന്നു, പിന്നെ അവലും ഉണ്ണിയപ്പം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഉണ്ണിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ണീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ നേരത്തെ പോവല്ലേ, അപ്പം ആ ടൈമിൽ അവൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാത്രം വേഗം പോയിട്ട് വന്നു കേട്ടോ. അപ്പം നല്ല വെയിലൊക്കെ ആയിരുന്നു, രാവിലത്തെ ഇളം വെയിലുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വരുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഉണ്ണിക്ക് കൊടുത്തപ്പോൾ അവൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കൊടുത്തപ്പോൾ കഴിച്ചു. അപ്പം ഇതാണ് കേട്ടോ ആ ഒരു സിമ്പിളായിട്ടുള്ള കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുത്തത്. ഇത് കാണുമ്പോൾ പറയും എനിക്ക് ചീത്ത കേൾക്കും, നീ എന്തിനാ എൻ്റെ വീഡിയോ എടുത്തിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത കേൾക്കും കേട്ടോ. പിന്നെ ഉണ്ണിക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഉച്ചയായിട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രസാദം കഴിച്ചപ്പോൾ തന്നെ ഫുള്ളായി. അപ്പോൾ എനിക്ക് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ ഉച്ചയ്ക്കാണ് കേട്ടോ കഴിക്കണത്. അതിന് ശേഷം ഞാൻ കുറച്ച് കണ്ണൂർ സ്റ്റൈൽ മീൻ കറി എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ അതും ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്റ്റൈലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചട്ടിച്ചോറിൽ ചോറ്, മീൻ കറി കുറച്ചുണ്ട് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങും രാജ്മയും കൂടിയിട്ട് ഉപ്പേരി വെച്ചത്, പിന്നെ പരിപ്പും മുരിങ്ങയും, പിന്നെ മുരിങ്ങ ചമ്മന്തിപ്പൊടി കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ചട്ടി മേടിച്ച വീഡിയോ ഒക്കെ കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിന് ശേഷം ഇപ്പം എപ്പോഴും ചട്ടിച്ചോറാണ് കേട്ടോ. ആര് വന്നാലും എല്ലാവർക്കും ചട്ടിച്ചോറാണ് കൊടുക്കാറ്. അപ്പോൾ ഞാനും ഇപ്പോൾ കുറച്ച് വിഭവങ്ങളുള്ളെങ്കിലും അതിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അതിലുണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയുടെ ഒക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത് മാത്രം മതി ശരിക്കും, ഫുഡിന് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ചട്ടിച്ചോറ്. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് വിഭവങ്ങളൊക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ തിരുവാതിരക്കളി ഞാൻ ഇപ്പോൾ പോകുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് കുറേ സെലക്ട് ചെയ്തു, ഏതേതാ എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഉണ്ണി പാവം പോസ്റ്റായിട്ട് ഇങ്ങനെ ഡ്രസ്സിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ ഞങ്ങളിരുന്നു. എനിക്ക് ഈ തുണി നല്ല ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും പുറത്തേക്ക് വന്നതല്ലേ. അപ്പോൾ ഞാനും ഉണ്ണിയും അമ്മയും കൂടിയിട്ട് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഉണ്ണി അപ്പോൾ ബർഗറാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷവർമ റോളുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് തിരിച്ചു വന്നു കേട്ടോ. അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ പണ്ടത്തെ ഓരോ പാട്ട് കേൾക്കണ ആ സംഭവമില്ലേ, സ്പീക്കർ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അവൻ കുറച്ച് നേരം കളിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് 2 വഴിയുണ്ട്. അപ്പോൾ ആരെ ഫസ്റ്റ് എത്താന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മത്സരം വയ്ക്കാന്നൊക്കെ പറഞ്ഞു. അതാ എൻ്റെ പിന്നാലെ തന്നെ ഓടി വരുന്നുണ്ട്. എടാ അപ്പുറത്തെ കൂടെ വാ. അങ്ങനെയൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാവും എൻ്റെ പിന്നാലെ തന്നെ ഓടി വരുന്നു. എന്നെ കാണാണ്ടായപ്പോൾ എൻ്റെ പിന്നാലെ ഓടി വന്നിരിക്കുകയാണ്. പിന്നെ അങ്ങനെ വീട്ടിലെത്തി അമ്മമ്മയ്ക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മമ്മയ്ക്ക് കൊടുത്ത് അമ്മമ്മയ്ക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചതൊക്കെ ഉമ്മി അപ്പളേക്കും കെടുത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, ഈ ഡ്രസ്സ് ഇട്ടിട്ടോ ആണോ എന്ന് അറിയില്ല, നല്ല ചൂടായിരുന്നു കേട്ടോ ഇന്ന് ഫുള്ള്. പിന്നെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒന്നും കൂടി നല്ല ചൂടായി. അങ്ങനെ പുറത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അമ്മമ്മടുത്തൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം രാത്രി പുതിയൊരു ബദാം ഡ്രിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മേടിച്ചു. അപ്പം അത് കുറച്ച് പാല് കലക്കി കുടിച്ച്
അപ്പം അതായിരുന്നു ലഞ്ച്, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.